എനിക്ക് വന്നത് നല്ല ഒരു ട്രിപ്പാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. പക്ഷേ ഈ ട്രിപ്പ് എനിക്ക് നല്ല ആൾക്കാരുടെ കോപ്പറേഷനും നമ്മുടെ ട്രാവലും എല്ലാം കൊണ്ടും നല്ല ഒരു അഭിപ്രായം എനിക്ക് പറയുന്നുണ്ട്. ആദ്യമായിട്ടാണോ അച്ഛൻ ഇവിടെ വരുന്നത്? ഞാൻ കെൻഡക്കിയിലെ ആദ്യമായിട്ടാണ് വരുന്നത്. നോഹാർക്ക് ആദ്യമായിട്ടാണ് കാണുന്നത്. അതെ. അച്ഛൻ്റെ മനസ്സിലുണ്ടായിരുന്ന ബൈബിൾ പഠിച്ചിട്ടുള്ള ആ ഒരു രീതിയും കണ്ട ആർക്കുമായിട്ട് എന്താ ഒരു വ്യത്യാസം? ആർക്കുമായിട്ട് വ്യത്യാസം എന്ന് പറഞ്ഞാൽ അന്ന് ഒരു പറയുന്ന രീതിയിലുള്ള ഈ മൃഗങ്ങളെയും ഈ പക്ഷികളെയും എല്ലാം കൂടെ കയറ്റാനുള്ള സൗകര്യമുള്ള ഒരാൾക്കല്ല ഈ കണ്ടത്. പിന്നെന്ന് പറഞ്ഞാൽ അത് നേരത്തെ ഇങ്ങനെ ആർക്കുണ്ടെന്നുള്ളതും പിന്നെ അതിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കിയേക്കുന്നു എന്നുള്ളത് ഒരു കഥ, ഒരു ബൈബിളിലെ ഒരു കഥ എന്നുള്ളത്. ഓക്കെ ഓക്കെ. അച്ഛൻ എവിടുന്നാ വന്നിരിക്കുന്നത്? ഞാൻ വന്നത് ഹൂസ്റ്റണിൽ. റിട്ടയർഡ് ലൈഫ് ആയിരിക്കും അല്ലേ? ഞാൻ റിട്ടയർഡ് ലൈഫ്. ഓക്കെ ഓക്കെ. അച്ഛൻ പോയിട്ടുള്ള വേറെ സ്റ്റേറ്റുകളിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ഏതൊക്കെയാ ഉള്ളത് അറിയാമോ, പറയാമോ? വേറെ സ്റ്റേറ്റുകളിൽ ഞാൻ ന്യൂയോർക്ക്, കാലിഫോർണിയ പോയിട്ടുണ്ട്, കാലിഫോർണിയ പോയിട്ടുണ്ട്. പിന്നെ കെൻഡക്കി ചിക്കാഗോയിലുണ്ടായിരുന്നു. പിന്നെ ഫ്ലോറിഡയിൽ പോയി. പിന്നെ ഞാൻ ഡീഗോൾഡ് പിന്നെ മിക്കവാറും യാത്രയിൽ തന്നെ യാത്രകളെ. ഈ യാത്രകളൊക്കെ ഈ ടൂറിംഗ് പർപ്പസിനാണോ അതോ? ടൂറിംഗ് പർപ്പസ് മാത്രം. അത് ശരി. അച്ഛൻ നാട്ടിലെവിടെയായിരുന്നു? നാട്ടിൽ കുണ്ടറ. ഓ, നീണ്ടകര കുണ്ടറ. ഓക്കെ ഓക്കെ. കൊല്ലം ഡിസ്ട്രിക്റ്റാണ്. ബൈബിളിനകത്തുള്ള ഒരു സ്ഥലം കുണ്ടറേ ഉള്ളൂ. ആ സ്ഥലത്ത് നിന്ന് അതേത് ബൈബിൾ പേരുള്ള? മൺട്രോത്തുരുത്തോ? ജോസഫ് കുണ്ടറ. ഓ, ബൈബിളിനകത്തുണ്ടോ? ഓ, ഓക്കെ ഓക്കെ. വളരെ സന്തോഷം. അത് ശരി. അച്ഛൻ എന്നാണ് അമേരിക്കയിൽ വന്നത്? ഞാൻ 75. എങ്ങനെയാ വന്നത്? ഞാൻ വന്നത് ഇമിഗ്രേഷൻ. ആരാ ഫയൽ ചെയ്തത്? എൻ്റെ വൈഫ്. ഓ, അത് ശരി. അന്ന് എവിടെയായിരുന്നു അച്ഛൻ അമേരിക്കയ്ക്ക് വരുമ്പോൾ? ഞാൻ ജയ്പൂരായിരുന്നു. ജയ്പൂരോ? രാജസ്ഥാനിൽ. ഓ, അവിടെ എന്ത് ചെയ്യായിരുന്നു? അവിടെ വർക്ക് ചെയ്യായിരുന്നു. आपको हिंदी मालूम है? हिंदी मालूम है. बहुत अच्छा. ഓക്കെ ഓക്കെ. ജയ്പൂരിൽ എത്ര വർഷം ഉണ്ടായിരുന്നു? ഞാൻ 67 മുതൽ 75 വരെ ഉണ്ടായിരുന്നു. ഓ, അത് ശരി. അപ്പോൾ ഒരു 8-9 വർഷം ഉണ്ടായിരുന്നു. അവിടെ എന്തിനായിരുന്നു ജോലി അച്ഛൻ? അവിടെ ഞാൻ കമാനി എഞ്ചിനീയറിംഗിലായിരുന്നു. കമാനി എഞ്ചിനീയറിംഗ്. ഓ, കമാനി എഞ്ചിനീയറിംഗ്. ഓ, ഓക്കെ. അതിൽ എന്തുവായിരുന്നു? ഞാൻ മെഷീനിസ്റ്റ്. ലെയ്ത്ത് വർക്ക്. ഓ, നാട്ടിൽ നിന്ന് ലെയ്ത്ത് പഠിച്ചിട്ടാണോ വന്നത്? അല്ലല്ല, ഞാൻ അവിടെ വന്ന് ട്രെയിനിങ് എടുത്തു. അത് ശരി. ബുദ്ധിമുട്ടുണ്ടായിരുന്നു തുടക്കത്തിലെ? ഒന്നുമില്ലായിരുന്നു. ജയ്പൂർ ഭയങ്കര ചൂടല്ലായിരുന്നു? ചൂട് കുഴപ്പമില്ല, സിറ്റിയിൽ വലിയ കുഴപ്പമില്ല. ഓ, അത് ശരി. കോട്ടയ്ക്കൊക്കെ പോയിട്ടുണ്ടോ? കോട്ട, രാജസ്ഥാനിൽ കോട്ട പോയിട്ടില്ല. ഞാൻ ഉദയപൂർ പോയിട്ടുണ്ട്. പിന്നെ അഹമ്മദാബാദ് പോയിട്ടുണ്ട്. അവിടെയൊക്കെ എങ്ങനെ ഈ രാജകൊട്ടാരങ്ങളൊക്കെ പോയി കണ്ടിട്ടുണ്ടോ? രാജസ്ഥാനിലെ ഒക്കെ ഈ രാജസ്ഥാനിലെ നമ്മുടെ ഒരു കോട്ടയൊക്കെ ഉണ്ടല്ലോ, റായൽസീമ അല്ല, അതിന് എന്തോ പേര് പറയുന്നത്? ഉദയപൂര്. പിന്നെ ഈ ചിറ്റോടുഗഡിന്റെ ഒക്കെ അവിടെ അങ്ങോട്ട് അറിയാമോ? അങ്ങോട്ട് പോയിട്ടില്ല. ഓക്കെ 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 ഓക്കെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അമ്മാമ്മയുടെ പേര്? ഏലിയാമ്മ ജോർജ്. ഓക്കെ ഓക്കെ. ഹ്യൂസ്റ്റണിൽ തന്നെ ഉണ്ടല്ലോ. താങ്ക് യു. സഹകരിച്ചതിൽ ഒത്തിരി നന്ദി. താങ്ക് യു.